എല്ലാവർക്കും അറിയാം, തിരഞ്ഞെടുപ്പ് എടുക്കുന്നതോറും രാഷ്ട്രീയത്തിലെ ബന്ധങ്ങളുടെയും അനിശ്ചിത ബന്ധങ്ങളുടെയും ചിത്രം പൂർത്തിയാവുകയാണ്. കേന്ദ്രത്തിൽ BJPക്ക് നിരാശയുടെ ഹാലിളക്കം, കേരളത്തിൽ കോൺഗ്രസിന് അതേ ഹാലിളക്കം, നിരാശയുടെ. രണ്ടുപേരെയും നയിക്കുന്ന മൗലിക രാഷ്ട്രീയം ഇടതുപക്ഷ വിരോധമാണ്. സ്വാഭാവികമായും അവർ രണ്ടുപേരും നാച്ചുറൽ അലൈസ് ആകാൻ ശ്രമിക്കുകയാണ്, സ്വാഭാവിക ബന്ധുക്കൾ. അതിൻ്റെ ഭാഗമായി രണ്ടു കൂട്ടരും ഒരു ലാഭം പോലെയുള്ള കഥയില്ലാത്ത പ്രചാര വിലയെ ആശ്രയിക്കുകയാണ്. തൃശ്ശൂരിൽ ഞാൻ കണ്ടത് എല്ലാ BJP ബോർഡുകളിലും ഒരു ഗ്യാരണ്ടിയെ പറ്റിയാണ്, മോദി ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടി പറയുന്നത് തൃശ്ശൂരിൻ്റെ കേന്ദ്രമന്ത്രിയാണെന്ന്. ഇങ്ങനെയൊക്കെ പറയാൻ മോദിക്കേ പറ്റും. പഴയ ചാക്കിനേക്കാളും വില കുറഞ്ഞ ഒന്നായി പ്രധാനമന്ത്രിയുടെ വാക്ക് മാറുന്ന അവസ്ഥ സത്യത്തിൽ ദുഃഖകരമാണ്. പക്ഷേ മോദിക്ക് അതും അലങ്കാരമാണ്. ഒരിക്കലും ജയിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരാളെ കേന്ദ്രമന്ത്രിയാക്കാം എന്ന് പറയുന്ന ഗ്യാരണ്ടി, അത് പറയാൻ മോദിക്കേ പറ്റും. പത്തനംതിട്ടയിൽ അദ്ദേഹം പറഞ്ഞത് പുത്തൻകൂറ്റുകാരനായി അവിടെ എത്തിയ ഒരാൾക്ക് അർഹതപ്പെട്ട പരിഗണന കൊടുക്കുമെന്നാണ്. വേണമെങ്കിൽ കേന്ദ്രമന്ത്രിയായി അദ്ദേഹത്തെ ഉയർത്താം എന്ന് വ്യാഖ്യാനിക്കാവുന്ന ഒരു വാഗ്ദാനമാണ് അവിടുത്തെ ഗ്യാരണ്ടി. അദ്ദേഹം എവിടെയൊക്കെ പോകുമോ അവിടെയെല്ലാം ഉണ്ടാകുന്ന ഇത്തരം ഗ്യാരണ്ടി. മോദിക്കറിയാം ഒരു ഗ്യാരണ്ടിയും നടപ്പിലാക്കാനുള്ളതല്ല എന്ന്. ഇത് മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ പെരുവഴികളിലും നരേന്ദ്രമോദി പലപ്പോഴായി പറഞ്ഞ ഗ്യാരണ്ടികൾ ചത്തുമലച്ചു കിടക്കുന്നു. ഒന്നാമത്തെ ഗ്യാരണ്ടി, വിദേശങ്ങളിലെ കള്ളപ്പണം മുഴുവനും തിരിച്ചു കൊണ്ടുവന്നു ആളോഹരി പങ്കിട്ട് എല്ലാ അക്കൗണ്ടുകളിലേക്കും 15 ലക്ഷം രൂപ വീതം എത്തിക്കാം എന്ന ഗ്യാരണ്ടിയായിരുന്നു. ആ ഗ്യാരണ്ടിയെ പറ്റി അദ്ദേഹം പിന്നീട് കാമാലെന്ന് മുന്നിട്ടില്ല. ടിപ്പിക്കൽ ഗ്യാരണ്ടിയാണ് മോദിയുടെ. ഓരോ ഗ്യാരണ്ടിയും ഇങ്ങനെയാണ്. കുറേ വിലപ്പോയ വേറൊരു ഗ്യാരണ്ടി ആയിരുന്നു 2 കോടി തൊഴിൽ, പ്രതിവർഷം 2 കോടി തൊഴിൽ. അതിലൂടെ എല്ലാ ചെറുപ്പക്കാർക്കും തൊഴിൽ കിട്ടും, ഇന്ത്യയിൽ നിന്ന് തൊഴിലില്ലായ്മയെ നാട് കടത്തും എന്നും പറഞ്ഞു. ആ ഗ്യാരണ്ടിക്ക് എന്ത് പറ്റും? എല്ലാ വീടുകളിലും കക്കൂസ്. അതിനുവേണ്ടിയാണ് അദ്ദേഹം പദ്ധതി പ്രഖ്യാപിച്ചത്. ആ പദ്ധതിക്കും ആ ഗ്യാരണ്ടിക്കും എന്ത് പറ്റി? പൂർത്തിയാക്കിയ ഏകദേശം 60% കക്കൂസുകളിൽ ഉത്തരേന്ത്യയിൽ ഇപ്പോൾ പാവം കൃഷിക്കാർ ഗ്രാമങ്ങളിൽ അവരുടെ കലപ്പയും പഴയ ചാക്കുകളും പഴയ വളച്ചാക്കുകളും പഴയ മോട്ടോറുകളും എല്ലാം വയ്ക്കുന്ന സംഭരണപ്പൊലിയായി മാറി. കാരണം അവിടെ വെള്ളമില്ല. വെള്ളമെത്തിക്കാത്ത കക്കൂസ് അവരായതുകൊണ്ട് ആരെയും കുറ്റം പറയാതെ ആ പാവങ്ങൾ അവിടെ ഇതെല്ലാം വെച്ചുകൊണ്ട് സമാധാനിച്ചിരിക്കുന്നു. പക്ഷെ സ്വച്ഛ ഭാരത് അഭിയാൻ പറഞ്ഞ പൊതുവിടങ്ങളിലെ വെളിക്കിറങ്ങൽ തുടരുകയാണ്. മോദിയുടെ ഗ്യാരണ്ടി വഴിയിൽ കിടക്കും. 6 ലക്ഷം ഗ്രാമങ്ങളിൽ ഫൈബർ കണക്ടിവിറ്റി വഴി ഗ്രാമീണ ജനതയെ ലോകവുമായി ബന്ധപ്പെടുത്തും എന്ന് പറഞ്ഞു. മറ്റൊരു ഗ്യാരണ്ടി കത്തുകിടക്കുന്ന വഴിയിൽ. അങ്ങനെ നോക്കിയാൽ നീണ്ട പദ്ധതിയുണ്ട് ഗ്യാരണ്ടികൾ. അതായത് ഞാൻ വായിച്ചു പോകുന്നതാണ്. പെട്രോളിന് വില 50 രൂപയാക്കും, ഒരു ഗ്യാരണ്ടിയായിരുന്നു. മുഴുവൻ കള്ളപ്പണവും പിടിച്ചിടും ഇന്ത്യയിൽ, ഗ്യാരണ്ടിയായിരുന്നു.
ആ കള്ളപ്പണത്തിൻ്റെ ബാക്കി പത്രമാണ് വ്യക്തികൾ. കള്ളപ്പണത്തെ SBI വഴി വെള്ളം പൂശി BJPയുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന ഏറ്റവും നാണം കെട്ട മന്ത്രവിദ്യയാണ് നമ്മൾ കണ്ടത്. ആ ഗ്യാരണ്ടിയെ മോദി നടപ്പിലാക്കിയത് ഈ രീതിക്കാണ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, എല്ലാ പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം കൊടുക്കും, എല്ലാവരെയും രക്ഷിക്കും. ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ മുഴുവൻ, നഗരങ്ങളിലും പിന്നോക്ക ദളിത് പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ നമ്മളാരും കണ്ടില്ല ഈ ബേട്ടി ബച്ചാവോ എന്ന മുദ്രാവാക്യത്തിൻ്റെ ഭർത്താക്കളെ അവിടെ നിന്നും കണ്ടില്ല. ബേട്ടി പഠാവോ വെറും നുണയാണ്. ആ ഗ്യാരണ്ടി പൊളിയായി. ഇന്നും ഇന്ത്യയിലെ പെൺകുട്ടികളിൽ അത് പാവങ്ങളുടെ മക്കളായ പെൺകുട്ടികൾ അവർ പള്ളിക്കൂടത്തിന് പുറത്താണ്. ആ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ച മൊത്തം നീക്കിയിരിപ്പിൻ്റെ പകുതിയിൽ കൂടുതൽ സംഖ്യ ചിലവഴിച്ചത് പ്രചാര വിലയ്ക്ക് വേണ്ടി മാത്രമായിരുന്നുവെന്ന് കണക്കുകൾ പറയുന്നു. മോദി ഗ്യാരണ്ടി ഇന്ത്യയിലെ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് പറഞ്ഞു. കർഷകർ ഇപ്പോൾ സമരരംഗത്താണ് ഡൽഹിയിൽ. ഒരു മുദ്രാവാക്യം MSP നടപ്പിലാക്കണം എന്നുള്ളതാണ്. നടപ്പിലാക്കാമെന്ന് ഗവൺമെൻറ് വാക്കു പറഞ്ഞതാണ്. ഒന്നാം കർഷക സമരത്തിൻ്റെ അന്ത്യമുണ്ടായപ്പോൾ തീർന്നപ്പോൾ അതിൻ്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ഒന്നതായിരുന്നു MSP കൃത്യമായി നടപ്പിലാക്കാം എന്ന് സംഭവിച്ച ഗവൺമെൻറ്റാണ്. സമരം നീണ്ടുപോകുന്ന മട്ട് കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര പേരെ BJP ഇനിയും കൊല്ലുമെന്ന് ആർക്കും അറിയില്ല. കർഷകർ സമരരംഗത്ത് മരിച്ചു വീണാൽ മോദിക്കുണ്ട്. അവരെ വിളിക്കാൻ വേണ്ടി ഒരു പേര് മാത്രം മതി, അന്നദാതാക്കൾ. ഇമ്പമുള്ള പേര് വിളിച്ച് കർഷകർ നിരന്തരമായി കളിയാക്കുന്ന വഞ്ചിക്കുന്ന ഈ ഏർപ്പാട്, അതിൻ്റെ പേരാണ് മോദി ഗവൺമെൻറ്. 100 നഗരങ്ങളെ സ്മാർട്ട് സിറ്റികളാക്കി മാറ്റി. ആ ഗ്യാരണ്ടിക്ക് എന്ത് കിട്ടും? 8 or 10 എണ്ണം പേരിലെങ്കിലും സ്മാർട്ട് സിറ്റി ആയി എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ 100ഉം 10ഉം എവിടെയാണ്? ഈ സ്മാർട്ട് സിറ്റി ആയി മാറ്റിയെടുത്തിട്ടുണ്ടായി ആർക്കും അറിയില്ല, മോദിക്കും അറിയില്ല. കേരളത്തിൽ നിന്ന് 6 കേന്ദ്രമന്ത്രിമാർ പലപ്പോഴായി മോദിയാൽ ഉറപ്പാക്കപ്പെട്ടതാണ്. 6. നിങ്ങളാണെങ്കിൽ നാളെ BJP ആയാൽ നിങ്ങളെയും മോദി പ്രലോഭിപ്പിക്കും കേന്ദ്രമന്ത്രിയാക്കാം. പക്ഷേ നിങ്ങൾ കാത്തിരിക്കും, മോദി ആ വഴിക്ക് പോകും. നോർത്ത് ഈസ്റ്റിന് മുഴുവൻ രാഷ്ട്രീയ ബന്ധത കൊടുക്കുമെന്ന് പറയും. നോർത്ത് ഈസ്റ്റിൻ്റെ മുഴുവനും വികസിപ്പിക്കുമെന്ന് പറയും. എല്ലാ മുൻഗാമികളും അവഗണിച്ച മണിപ്പൂരടക്കമുള്ള സംസ്ഥാനങ്ങളെ മുഴുവനും തിരിച്ചറിയാനാകാത്ത വിധം വികസനത്തിൻ്റെ പാതയിലേക്ക് നയിക്കുമെന്ന് പറയും. ഞാൻ 2023 മെയ് മാസം 3-ാം തീയതിക്ക് ശേഷം 3 വട്ടം മണിപ്പൂരിൽ പോയവരാണ്. ഇന്ന് പലവട്ടം പോയിട്ടു. മണിപ്പൂർ ലവലേശം പുരോഗമിച്ചിട്ടില്ല. മാത്രമല്ല, മണിപ്പൂർ യുദ്ധക്കളമാണ്. ജനങ്ങൾ തമ്മിൽ കൊല്ലുന്ന, സ്വന്തം അതിർത്തിക്കകത്ത് അവർ ബങ്കറുകൾ ഉണ്ടാക്കി ഒളിച്ചിരിക്കുന്നു. ബങ്കേഴ്സ്, ശത്രുസൈന്യത്തിൻ്റെ ബോംബുകളെ ഭയപ്പെട്ടുകൊണ്ട് രക്ഷ തേടി ആൾക്കാർ ഉണ്ടാക്കിയ ബങ്കറുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. വിയറ്റ്നാമിൽ, ഫലസ്തീൻ ബോർഡിൽ ഞാൻ കണ്ടിട്ടുണ്ട് ബങ്കറുകൾ. ഉദ്ദേശം ഇതാണ്, ശത്രുവിൻ്റെ ആക്രമണം ഉണ്ടാകുമ്പോഴത്തേക്ക് രക്ഷ വേണം. ആ ബങ്കറുകൾ ഇഷ്ടം പോലെ ഉണ്ട് മണിപ്പൂർ. കുക്കി ഗ്രാമങ്ങളിലുമുണ്ട്, മേത്തി ഗ്രാമങ്ങളിലുമുണ്ട്. കുക്കി ഗ്രാമങ്ങളിലും മേത്തി ഗ്രാമങ്ങളിലുമുണ്ട് അഭയാർത്ഥി ക്യാമ്പുകൾ. സർക്കാർ വിളിക്കുന്ന പേര് റിലീഫ് ക്യാമ്പ്സ് എന്നാണ്. അവിടെ ഇല്ലാത്ത ഒന്ന് റിലീഫ് മാത്രമാണ്. അഭയാർത്ഥി ക്യാമ്പാണ്, റെഫ്യൂജി ക്യാമ്പ്സാണ്. തുറന്ന നാട്ടിൽ ജനങ്ങളെ റെഫ്യൂജീസ് ആക്കുന്ന ബന്ധമാണ് മോദി പറഞ്ഞത്. 2 ആഴ്ചക്കുള്ളിൽ അദ്ദേഹം ഇവിടെ എത്ര വട്ടം വന്നു? തൃശ്ശൂർ
2 വട്ടം. 1.5 മാസത്തിനിടയിൽ അദ്ദേഹം വന്നത് കേരളത്തിൽ 3 പ്രാവശ്യം. ഡൽഹിയിൽ നിന്ന് ഇംഫാലിലേക്ക് 2 മണിക്കൂർ എത്തിച്ചു കഴിഞ്ഞു. ഇന്നേ തീയതി വരെ നരേന്ദ്രമോദി, ഇന്ത്യയുടെ ഐക്യം പ്രഖ്യാപിക്കുന്ന നരേന്ദ്രമോദി, ഒറ്റ രാഷ്ട്രമെന്ന് എപ്പോഴും പറയുന്ന മോദി, ഈ രാഷ്ട്രത്തിൻ്റെ ഭാഗമായ മണിപ്പൂരിലേക്ക് ഇത്രയും കാലമായി, 1 കൊല്ലമാകാറായി, ഒറ്റ പ്രവശ്യം പോലും പോയിട്ടില്ല. ഇതാണ് ഗ്യാരണ്ടി, മണിപ്പൂരിനുള്ള ഗ്യാരണ്ടി. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന് വേണ്ടി മാറ്റിവെച്ച ഗ്യാരണ്ടി. എല്ലാ വീടുകളിലും വൈദ്യുതി ഗ്യാരണ്ടി. വേറൊന്നും എന്ത് പറ്റി? മുദ്രാ വായ്പയിലൂടെ എല്ലാ പാവങ്ങൾക്കും ബാങ്ക് അക്കൗണ്ടും സഹായത്തലവും കൊടുക്കുന്നത്. എന്താണ് സ്ഥിതി? സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ്. എന്തൊരു ഈണമുള്ള മുദ്രാവാക്യം! ആ ഈണം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഈണത്തിലുള്ള നുണ പറഞ്ഞുകൊണ്ട് ഏറ്റവും ഇരുണ്ട യാഥാർത്ഥ്യങ്ങൾ മൂടി വയ്ക്കുന്ന മോദിയുടെ ഇന്ത്യയിൽ എല്ലാവർക്കും കുടിവെള്ളം ഒരു വാഗ്ദാനമായി. എല്ലാ വീടുകളിലും ടാപ്പ് വാട്ടർ. ആ ഗ്യാരണ്ടി അവിടെ പോയി. എല്ലാ ഗ്രാമങ്ങളിലും മികച്ച ആരോഗ്യ പരിപാലനം, അതിനുവേണ്ടിയുള്ള ഏറ്റവും നല്ല ആരോഗ്യ പരിപാലന കേന്ദ്രം അതുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ. അതാണ് സബ്കാ വികാസിന്റെ യാഥാർത്ഥ്യം. അതാണ് മോദിയുടെ ഒരു ഗ്യാരണ്ടി. ചുരുക്കി ഞാൻ പറയട്ടെ, എല്ലാവർക്കും വിദ്യാഭ്യാസം, ആ ഗ്യാരണ്ടിയും ഇന്ന് എത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ ഓരോ ഗ്യാരണ്ടിയും പറയുന്നു, അതേ ചൊല്ലിയുള്ള പ്രചാരവേലയുടെ കൊട്ടാരം കെട്ടിപ്പൊക്കുന്നു. എന്നിട്ട് ചീട്ടുകോട്ട പോലെ അതൊക്കെ തകർന്നു വീഴുമ്പോൾ വീടുതട്ടിപ്പോകും. ഈ മോദിയാണ് ഗ്യാരണ്ടികളുടെ, വാഗ്ദാനങ്ങളുടെ കച്ചവടക്കാരനായി ഇവിടേക്ക് എത്തുന്നത്. വാഗ്ദാനങ്ങൾ എടുക്കാൻ നടന്ന മോദിയെ ജനം വിശ്വസിക്കില്ല. ഗ്യാരണ്ടികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വോട്ട് വിളിക്കാരെ പരക്കം പായുന്ന ഈ വോട്ട് അപേക്ഷകരെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ മോദിയോട് ചോദിക്കുന്നു, ജീവിത യാഥാർത്ഥ്യങ്ങളെ, ജീവിത പ്രശ്നങ്ങളെ, ഭക്ഷണം, പാർപ്പിടം, തൊഴിൽ, വിലക്കയറ്റം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഇത്തരം വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള 10 കൊല്ലത്തെ മോദി ഭരണത്തിൻ്റെ ആ രംഗത്തെ നേട്ടങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഇലക്ഷൻ ക്യാമ്പയിന് നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക്, BJPക്ക് കണ്ടേടമുണ്ടോ ഉണ്ടെങ്കിൽ അങ്ങോട്ടെത്തുക. ഒരിക്കലും BJPയും മോദിയും ഈ ഒരു വെല്ലുവിളിയാണെങ്കിൽ ഈ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാകില്ല എന്ന് ഉറപ്പാണ് ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ മുന്നണിക്ക്. മോദി വഴിമാറിപ്പോകാൻ ശ്രമിക്കുക. അങ്ങനെ വഴിമാറിപ്പോകാൻ വേണ്ടിയാണ് ഫാസിസ്റ്റുകൾ എവിടെയും ചെയ്ത പോലെ തന്നെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി വിശ്വാസങ്ങളെ, മതത്തെ മോദി ഗവൺമെൻറ് ഇന്നിപ്പോൾ ദുരുപയോഗപ്പെടുത്തുന്നത്. ഞങ്ങൾ ഇടതുപക്ഷക്കാർ മതങ്ങളെ മാനിക്കുന്നവരാണ്. ഇടതുപക്ഷക്കാർ വിശ്വാസങ്ങളെ മാനിക്കുന്നവരാണ്. ഇടതുപക്ഷക്കാർ എല്ലാ വിശ്വാസങ്ങളെയും ചേർത്ത് പിടിക്കുന്നവരാണ്. അതേ ഞങ്ങൾ വിശ്വാസങ്ങളുടെ മറ പറ്റിക്കൊണ്ട്, മതങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് മതഭ്രാന്ത് പ്രചരിപ്പിക്കുന്ന എല്ലാ നീക്കങ്ങളെയും തള്ളിപ്പറയും. ഞങ്ങൾ നാടിനോട് പറയുന്നു, മതവിശ്വാസം വേറെ, മതഭ്രാന്ത് വേറെ. മതഭ്രാന്തുമായി സന്ധിയില്ല, എന്നാൽ മതവിശ്വാസങ്ങളുമായി ഞങ്ങൾക്ക് ഐക്യമുണ്ട്. ഈ സമൂഹത്തിൽ ഭൂരിപക്ഷം പേരും വിശ്വാസികളാണെന്ന് ഞങ്ങൾക്കറിയാം. ആ ജനങ്ങളെ ഞങ്ങൾ മാനിക്കുന്നുണ്ട്. ആ ജനങ്ങളുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാ മതങ്ങളുടെയും മതപരമായ അവകാശങ്ങളെ, ആരാധനാവകാശങ്ങളെ, വിശ്വാസ സ്വാതന്ത്ര്യത്തെ എല്ലാം പരിരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുമെന്നുള്ളത് LDF നയമാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് നയവും. ഞങ്ങളത് വ്യക്തമാക്കും. എന്താണ് BJPയുടെ നയം? എന്താണ് മോദിയുടെ നയം?
ഈ വരുന്ന ഞായറാഴ്ച 21-ാം തീയതി 22-ാം തീയതി എല്ലാ പള്ളികളിലും പ്രാർത്ഥനാ ദിനം ആചരിക്കാൻ വേണ്ടി ലത്തീൻ കത്തോലിക്ക സഭയുടെ ആഹ്വാനം. എന്തുകൊണ്ടാണ്? അതുമായി ബന്ധപ്പെട്ട സർക്കാരിൽ ലത്തീൻ സഭ പറയുന്നു, മൗലികാവകാശങ്ങളും ന്യൂനപക്ഷാവകാശങ്ങളും ഹനിക്കപ്പെടുകയാണ്. ക്രൈസ്തവർക്കും ക്രിസ്തീയ സ്ഥാപനങ്ങൾക്കും എതിരെ ആക്രമണങ്ങൾ പതിവായിരിക്കും. 2014 147 സംഭവങ്ങളാണ് ക്രൈസ്തവർക്കെതിരെയുള്ള നേരെയുള്ള ആക്രമണങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 147. ഇപ്പോൾ 2023 ആ സർക്കുലർ പറയുന്നു 687 ആക്രമണങ്ങൾ. ഇതാണ് ക്രിസ്തീയ സഭയുടെ, ലത്തീൻ കത്തോലിക്ക സഭയുടെ സർക്കുലർ പറയുന്ന കണക്ക്. ഇതേപ്പറ്റി എന്തു പറയാനുണ്ട് നരേന്ദ്രമോദിക്ക് കൂട്ടുകാർക്ക്? കേരളത്തിലെ പല ഭാഗത്തും തൃശ്ശൂരടക്കങ്ങൾ കാണുന്നുണ്ട്. ഹിന്ദു ന്യൂനപക്ഷ വൈരുദ്ധ്യമുണ്ടാക്കി, ന്യൂനപക്ഷങ്ങളെല്ലാം ഭയപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി, അപഹസിച്ച്, ആക്രമിച്ച് തള്ളിയ മാറ്റിയിട്ടു. അവർക്കെതിരായിട്ടുള്ള ഭൂരിപക്ഷ മതവികാരത്തെ ആളിക്കത്തിച്ച് ചാതുവർണ്ണത്തിൻ്റെ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന BJP എല്ലാ ഹിന്ദുക്കളെയും ചാതുവർണ്ണത്തെ മൂടി വെച്ചുകൊണ്ട് സമസ്ത ഹിന്ദുക്കളെയും സ്വന്തം ഭാഗത്തേക്ക് ആനയിക്കാൻ ശ്രമിക്കുന്ന BJP ഹിന്ദു ഒരു ഭാഗത്ത്, ന്യൂനപക്ഷം മറുഭാഗത്ത്, ആ ധ്രുവീകരണം വഴി വോട്ട് പിടിക്കാനാണ് ശ്രമിച്ചത്. ഇപ്പോൾ അവർ ഒരു പടി കൂടി കടന്നിട്ട് ചിന്തിക്കുകയാണ്, ആ തന്ത്രത്തിൽ ഒരിക്കലും മുസ്ലിം ന്യൂനപക്ഷം വീട്ടിലകന്ന് ബോധ്യമായപ്പോൾ അയോധ്യ സംഭവങ്ങൾ, നാട്ടിലെമ്പാടും നടക്കുന്ന ന്യൂനപക്ഷ വേട്ടകളിൽ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെട്ട സംഭവങ്ങൾ, ക്ഷേത്രത്തിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള ഒരുപാട് തെറ്റായ മതങ്ങൾക്കൊന്നിനും രുചിക്കാനാകാത്ത നീക്കങ്ങളും, ഇതിനെല്ലാം ഫലമായി മുസ്ലിം വോട്ടുകൾ തങ്ങൾക്ക് കിട്ടില്ല എന്ന് മിക്കവാറും ബോധ്യമായ BJP ഇപ്പോൾ ലക്ഷ്യമാക്കുന്നത് മുസ്ലിം ക്രിസ്ത്യൻ വൈരുദ്ധ്യമുണ്ടാക്കാനാണ്. ഇതെല്ലാം തീക്കളിയാണ്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ന്യൂനപക്ഷ മതങ്ങളെ തമ്മിൽ തല്ലിപ്പിച്ചുകൊണ്ട് അവർക്കിടയിൽ ഒരു ഭാഗത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിക്കൊണ്ട് വോട്ടിൻ്റെ കടമകളൊക്കെ ശ്രമിക്കുന്ന മോദി BJP രാഷ്ട്രീയം, അത് ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയുടെ ഐക്യത്തെ തകർക്കുന്ന ആട്ടിപിടിച്ച അധികാരക്കൊതികളുടെ ഭാഗമാണെന്ന് ഇടതുപക്ഷം ന്യായമായി ചൂണ്ടിക്കാണിക്കുന്നു. തെറ്റാണ് ഈ നീക്കം. ആ നീക്കത്തിൽ പെട്ടുപോകാൻ ശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം അറിയുവാൻ വേണ്ടി ഞങ്ങൾ എന്താണ് BJPയുടെ RSSൻ്റെ യഥാർത്ഥമായ സമീപനമെന്ന് വ്യക്തമാക്കുന്ന ഒരു ഭാഗം ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കും. ഒരു കമ്മ്യൂണിസ്റ്റ് രേഖയല്ല, ഇടതുപക്ഷ പുസ്തകമല്ല, RSSൻ്റെ വേദപുസ്തകം എന്ന് വിളിക്കാവുന്ന ബഞ്ച് ഓഫ് തോട്ട്സ് വിചാരധാരയിൽ ഒരു ഭാഗത്ത് ഗോൾവക്കർ ഇന്ത്യയുടെ ആഭ്യന്തര വെല്ലുവിളികളെന്ന് പറയുന്ന തലക്കെട്ടുള്ള താഴെ നമ്പർ ഇട്ടുകൊണ്ട് 1, 2, 3 എന്ന് പറയുന്നു. ആ പുസ്തകം ഇങ്ങനെ പറയുന്നു: ഒന്നാമത്തെ ആഭ്യന്തര വെല്ലുവിളി മുസ്ലിങ്ങൾ, രണ്ടാമത്തെ ആഭ്യന്തര വെല്ലുവിളി ക്രിസ്ത്യാനികൾ, മൂന്നാമത്തെ ആഭ്യന്തര വെല്ലുവിളിയാണ് കമ്മ്യൂണിസ്റ്റുകൾ. ഇതാണ് അതിലെ ക്രമാനുഗതമായി പറയുമ്പോഴുള്ള കണക്കിതാണ്. അപ്പോൾ ഒന്നാമത്തെ ആഭ്യന്തര വെല്ലുവിളിയായി RSS BJPയും കാണുന്ന മുസ്ലിമുകൾ കഴിഞ്ഞാൽ, രണ്ടാമത്തെ വെല്ലുവിളിയായി ശത്രുവായി കണ്ടുകൊണ്ട് BJPയും RSSും നാളെ പിടികൂടാനും ആക്രമിക്കാനും തകർക്കാനും എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾ തീർച്ചയായിട്ടും ക്രിസ്ത്യനുകളായിരിക്കും യാഥാർത്ഥ്യത്തെ മൂടിവെച്ചുകൊണ്ട് അവരിപ്പോൾ ക്രിസ്ത്യൻ ചെങ്ങാത്തം പറയുകയാണ്. കഴിഞ്ഞ ക്രിസ്തുമസ് നാളിൽ ആദ്യമായി പ്രധാനമന്ത്രി സ്വന്തം വീട്ടിലേക്ക്
ഏതാനും ക്രിസ്ത്യൻ പുരോഹിതന്മാരെ വിളിച്ചു വരുത്തി. ആഹാരമെല്ലാം കഴിച്ച് നല്ല വാക്കെല്ലാം പറഞ്ഞ് അവർ കൈ കൊടുത്ത് പിരിഞ്ഞു. സന്തോഷം. എനിക്കറിയില്ല ആ ആദരണീയരായിട്ടുള്ള വൈദിക ചട്ടന്മാർ ആരെങ്കിലും മണിപ്പൂരിലെ കാര്യം പറഞ്ഞു എന്ന് എനിക്കറിയില്ല. അവരാരെങ്കിലും ആ വിരുന്നിൻ്റെ വേദിയിലേക്ക് പോകും മുമ്പോ പിമ്പോ ഈ പറയുന്ന ബഞ്ച് ഓഫ് തോട്ട്സ് വായിച്ചു നോക്കാൻ സമയം കിട്ടത്തിയൊന്നും എനിക്കറിയില്ല. ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആ രണ്ടാമത്തെ ആഭ്യന്തരയിലൂടെ പറയുന്ന ക്രിസ്ത്യൻസിനെ പറ്റി പറഞ്ഞ ഭാഗത്തിൻ്റെ ഒരു വാചകം മാത്രമാണ്. പറയുന്നു, റോമിൽ നിന്നുള്ള പണം കൈപ്പറ്റിക്കൊണ്ട് ആ പണം ഉപയോഗപ്പെടുത്തിയിട്ട് മത പരിവർത്തനത്തിന് വേണ്ടി തുടക്കം കൊടുത്ത കൂട്ടരാണ് ക്രിസ്ത്യാനികളെന്നാണ് അത് പറയുന്നത്. ഈ ബഹുമതിയാണ് RSSും BJPയും ക്രിസ്ത്യൻ മതത്തിന് നേരെ വെച്ചു നീട്ടുന്ന ഔദാര്യമെന്ന കാര്യം ബന്ധപ്പെട്ട എല്ലാവരും ഓർത്തിരിക്കണമെന്ന് വിനയപരസരം ഇടതുപക്ഷം അവരെ എല്ലാം ഓർമ്മിപ്പിക്കുകയാണ്. ആ BJPയിൽ നിന്ന്, ആ BJPയെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്ന RSSൽ നിന്ന് ഒരിക്കലും മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് നീതി കിട്ടില്ല എന്ന് വ്യക്തമാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും LDFും അവരോട് സ്നേഹപൂർവ്വം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ചൊല്ലുണ്ട്, നസ്രത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കരുത്. ഞങ്ങളെല്ലാ ക്രിസ്ത്യൻ സഹോദരങ്ങളെയും കേൾക്കുവാൻ വേണ്ടി പറയുന്നു, സഹോദരങ്ങളെ, നസ്രത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കാൻ നിങ്ങൾ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഏറെ വൈകാതെ നിരാശപ്പെടേണ്ടി വരും. അതുകൊണ്ട് ദയവായി അറിയുക, ആരാണ് നന്മയുടെ ഈ വാഗ്ദാനം വെച്ചു നിൽക്കുന്നവരുടെ കാര്യം അറിയുക. അപ്പോൾ നിങ്ങൾക്കറിയാം ആരാണ്. കള്ളപ്പണത്തെപ്പറ്റി ഒന്നും ഇതിന് പറയേണ്ട കാര്യമില്ല. മോദി ഗവൺമെൻറ് കള്ളപ്പണത്തിൻ്റെ ഗവൺമെൻറ്റാണ്. ഇലക്ട്രൽ ബോണ്ട് കള്ളപ്പണത്തെ വെള്ളവശം കൊണ്ട് കണ്ടുപിടിച്ച ഒരു തന്ത്രം മാത്രമായിരുന്നു. തുറന്നു കാണിക്കപ്പെട്ടു ആ തന്ത്രം. മോദി ഗവൺമെൻറ്റിൻ്റെ ബുദ്ധിഗ്രന്ഥശാലയിൽ പിറന്ന നീചമായ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഘടകമായി കള്ളപ്പണത്തെ മാറ്റാൻ വേണ്ടി കണ്ടുപിടിച്ച ഒന്നായിരുന്നു വാസ്തവത്തിൽ ഇലക്ട്രൽ ബോണ്ട്. സുതാര്യത അതിലൊട്ടുമില്ല. ബഹുമാനപൂർവ്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു, ഈ കള്ളപ്പണ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും നാണം കെട്ട കെണിയിൽ തലവെച്ചു കൊടുക്കാൻ ഞങ്ങളെല്ലാവരെന്ന് ആദ്യം പറഞ്ഞ പാർട്ടികളിൽ ഒരു പാർട്ടി CPI ആണ്. മറ്റൊന്ന് CPM ആണ്. ഈ പാർട്ടികളെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ പാർട്ടികളും ആ പണം വാങ്ങിയവരാണ്. ഇടതുപക്ഷം വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തത്തിൻ്റെ ഒരു തെളിവായി എല്ലാവർക്കും ബോധ്യപ്പെടും. ഈ വ്യത്യാസമടക്കമുള്ള എല്ലാ വ്യത്യാസങ്ങളിലും ഏറ്റവും മൗലികം ഞങ്ങൾക്കെന്നുമുള്ള പക്ഷപാതിത്വമാണ്. ഞങ്ങൾ പാവങ്ങൾക്കൊപ്പമാണ്, പട്ടണക്കാരുടെ കൂടെയാണ്. അധികാരം കിട്ടിയാൽ ഞങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യണതൊക്കെ ചെയ്യും. ആ തെളിവാണ് LDF സാക്ഷ്യപത്രം. അതാണ് ഞങ്ങളുടെ ഗ്യാരണ്ടി. എല്ലാ പ്രയാസങ്ങളും വന്നപ്പോഴും LDF ഗവൺമെൻറ് പാവങ്ങളെ കൈവിട്ടിട്ടില്ല. ഏറ്റവും പ്രതികൂലമായ പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും ഞങ്ങൾ ശൂന്യമായ ഒരു ഖജനാവായിട്ട് പോലും ഒരാളെയും ഞങ്ങൾ പട്ടിണി കിട്ടില്ല. അതാണ് ഇടതുപക്ഷം. ആ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ഗവൺമെൻറ്റിനെ എല്ലാ പ്രകാരത്തിലും BJP ഗവൺമെൻറ് സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ചിട്ടുണ്ട്. വേറെ വാക്കൊന്നുമില്ല. ഇറ്റ് വാസ് എ ഫിനാൻഷ്യൽ എംബാർഗോ. ആ എംബാർഗോയ്ക്ക് മുമ്പിൽ ഞങ്ങൾ മുട്ടുകുത്തിയില്ല. ഞങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. കടുത്ത നിരക്ക് ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ നീതിക്ക് വേണ്ടി സുപ്രീം കോടതികളെ വാദിപ്പിച്ചെന്ന് മുട്ടി. ഒരു ഭാഗം പണം കിട്ടി ഞങ്ങൾക്ക്, പക്ഷെ അതുകൊണ്ടായില്ല. കേരളം കടന്നു പോകുന്ന സാമ്പത്തിക പ്രശ്നത്തിൻ്റെ ഈ ഭാരമേറിയ അവസ്ഥ മറികടക്കണമെങ്കിൽ ഞങ്ങൾക്കിനിയും കടം മേടിക്കാനുള്ള അവകാശം വേണം. അവകാശമാണ്, ഔദാര്യമല്ല. അവിടെയും BJP ഗവൺമെൻറ് പറയുന്നു, ഔദാര്യം പോലെ പറയുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ
5000 കടം മേടിക്കാം. പക്ഷേ വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥ പാവങ്ങൾക്കനുകൂലമായ ക്ഷേമകാര്യങ്ങൾക്കായി ഒറ്റ ചില്ലക്കാശ് മാറ്റി വെക്കാൻ പാടില്ല. ഞങ്ങൾ അല്ലാതായി മറക്കണം പോയി, ഞങ്ങൾ പാവങ്ങളെ മറക്കണം പോയി, കൃഷിക്കാരെ മറക്കണം പോയി, പെൻഷൻ കൊടുക്കാൻ പാടില്ല പോലും. ഞങ്ങൾ പറഞ്ഞു ആ വ്യവസ്ഥ സ്വീകരിക്കാനാകാത്ത വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ട് ഞങ്ങൾക്ക് ആ പണം വേണ്ട എന്ന് പറയാനുമുള്ള പക്ഷപാതിത്വമുണ്ട് LDF ഗവൺമെൻറ്. ആ പ്രയാസങ്ങളെല്ലാം ഉള്ളപ്പോഴും വരുന്ന ദിവസങ്ങളിൽ LDF ഗവൺമെൻറ് ഈ ഗവൺമെൻറ്റിൻ്റെ പക്ഷപാതിത്വം വിളംബരം ചെയ്തുകൊണ്ട് പാവങ്ങൾക്കുള്ള പെൻഷൻ കൊടുക്കും. ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി കാണുന്ന പൊതുവിതരണ ശൃംഖലയെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ശക്തിപ്പെടുത്തും മാവേലി സ്റ്റോറുകൾ. മാവേലി സ്റ്റോറുകളുടെ റാക്കുകൾ ഇപ്പോൾ ശൂന്യമാണ്. ഞങ്ങൾക്കതറിയാം. അവിടെ ഉറച്ചു വെക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങൾ എത്രയും വേഗം എത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ മുൻഗണന. ഞങ്ങളുടെ ഗ്യാരണ്ടി അതാണ്. ഈ ഗ്യാരണ്ടി പാലിക്കപ്പെടും. ഇത് മോദി ഗ്യാരണ്ടിയല്ല. ഭാഷയിൽ ഒരു പുതിയ പ്രയോഗം വന്നിരിക്കുകയാണ്, മോദി ഗ്യാരണ്ടി. സൂര്യൻ പടിഞ്ഞാറ് പോയി ഉദിച്ചാലും നടപ്പിലാക്കില്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങളെ പറ്റിയുള്ള വർത്തമാനത്തിന് ആ പേര് കൊടുക്കാം, മോദി ഗ്യാരണ്ടി. നടക്കാത്ത കാര്യങ്ങൾ പറയുന്ന ഗ്യാരണ്ടിയുടെ പേരാണ് മോദി ഗ്യാരണ്ടി. ശബ്ദം ഉയർത്തി പറയും, ശബ്ദം താഴ്ത്തി പറയും, കൈ പൊക്കി പറയും, കൈ താഴ്ത്തി പറയും, എങ്ങനെയും പറയും. ആ മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ കല്ല് വെച്ച കള്ളമെന്നാണ് അർത്ഥം. ആ മോദി ഗ്യാരണ്ടിയുടെ കൂടെ ജനങ്ങൾ പോകില്ല. ഒരുപക്ഷെ ഇടതുപക്ഷ വിരോധം മൂലം കണ്ണു കാണാതായ കേരളത്തിലെ കോൺഗ്രസ് പോയി എന്ന് വരാം. കേരളത്തിലെ കോൺഗ്രസ് ഗാന്ധി നെഹ്റു മൂല്യങ്ങൾ മറന്ന കോൺഗ്രസ്സാണ്. കേരളത്തിലെ കോൺഗ്രസ് സ്വന്തം പൈതൃകത്തെ മറന്ന കോൺഗ്രസ്സാണ്. കേരളത്തിലെ കോൺഗ്രസ് അയോധ്യയിലെ ബാബരി പള്ളിയുടെ ശ്മശാന ഭൂമിയിൽ പണിത ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന വേദിയിലേക്ക് RSS ട്രസ്റ്റ് ക്ഷണിച്ചപ്പോൾ ആ ക്ഷണം സ്വീകരിക്കാൻ വേണ്ടി കാത്തിരുന്ന കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ് ചാഞ്ചാടിക്കളിച്ചു. CPIയും CPMും പറഞ്ഞു ഞങ്ങളില്ല. ക്ഷണം കിട്ടി അന്ന് പറഞ്ഞു. പക്ഷേ കോൺഗ്രസ് ഒരാഴ്ചക്കാലം ആടിക്കളിച്ചു. പോണോ വേണ്ടയോ ആടിക്കളിച്ചു. അതാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് ഗാന്ധിജിയെ മറന്ന കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ് നെഹ്റുവിനെ അറിയാത്ത കോൺഗ്രസ്സാണ്. നെഹ്റുവിനെ അറിയാത്ത കോൺഗ്രസ്, ഗാന്ധിജിയെ മറക്കുന്ന കോൺഗ്രസ്. ആ കോൺഗ്രസ് നയിക്കുന്നത് ഈ കേരളത്തിൽ അന്ധമായ ഇടതുപക്ഷ വിരോധമാണ്. അതിൻ്റെ അടിത്തറമേലാണ് അവർ വീണ്ടും ആ സംശുദ്ധമായ ബന്ധത്തിൻ്റെ ഒരു പുതിയ തലം പണിയാൻ ശ്രമിക്കുന്നത്. കോൺഗ്രസ് BJP ബാന്ധവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് കോൺഗ്രസിൻ്റെ എല്ലാ അടിത്തറയെയും തകർക്കും. അത് കോൺഗ്രസിനെ അർത്ഥ BJP അല്ല, പൂർണ്ണ BJP ആയി മാറ്റും. അതുകൊണ്ട് കോൺഗ്രസിനെ രക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗാന്ധിജിയെ മറക്കാത്ത, നെഹ്റുവിനെ ഓർക്കുന്ന ആരെങ്കിലും കോൺഗ്രസിലുണ്ടെങ്കിൽ ഉറപ്പാണ് ഏറെ പേരങ്ങനെ ഉണ്ട്. അവരെല്ലാവരും ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുന്നത് LDF വിജയത്തിന് വേണ്ടിയായിരിക്കുമെന്നും ഉറപ്പാണ് ഞങ്ങൾ ആ സുഹൃത്തുക്കളെ നോക്കി പറയുന്നു. നിങ്ങളുടെ വൻ നേതാക്കന്മാർ കൂട്ടം കൂട്ടമായിട്ട് BJPക്ക് പോകുന്ന ഈ കൂട്ടൊഴുക്ക്, ആ കൂട്ടൊഴുക്കിൻ്റെ അപമാനകരമായ അവസ്ഥയിൽ നിന്നും മുക്തി വേണമെന്നുണ്ടെങ്കിൽ ഗാന്ധിജിയെ, നെഹ്റുവിനെ ഇന്ന് മറക്കാത്ത ഇടതുപക്ഷ മൂല്യങ്ങളെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. LDF നിങ്ങളെ തീർച്ചയായിട്ടും കാണുന്നുള്ള കാര്യവും നിങ്ങൾ പറയുന്നു. അത്തരം ആളുകൾക്ക് BJPയിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുന്നവർക്കല്ല, ഗാന്ധി നെഹ്റു മൂല്യങ്ങളെ മറക്കാത്ത കോൺഗ്രസ്സുകാർക്ക് അവർക്ക് LDF തീർച്ചയായിട്ടും സ്വീകാര്യമായ പോംവഴിയാകുമെന്നും ഉറപ്പാണ് നിങ്ങൾക്ക്. ആ മാറ്റവും ഇവിടെ ഉണ്ടാകും. അതിന് തീർച്ചയായിട്ടും ഇത് ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, താല്പര്യമുണ്ട്, കാത്തിരിക്കണം. ഒരു കാരണവശാലും LDF ഇവിടെ തോൽക്കാൻ പോകുന്നില്ല.
LDF ജയം തന്നെയാണ് മതേതര ഇന്ത്യയുടെ ഗ്യാരണ്ടി എന്ന് നിങ്ങൾ പറയുന്നു. ആ ഗ്യാരണ്ടിയാണ് ഞങ്ങളുടെ ഗ്യാരണ്ടി. മതേതരത്വം, ജനാധിപത്യം, ഭരണഘടനാ മൂല്യങ്ങൾ, അവയ്ക്ക് വേണ്ടി എല്ലാ അവസ്ഥകളിലും ഇളകാതെയും പതറാതെയും നിൽക്കുമെന്ന ഗ്യാരണ്ടിയാണ് LDF ഗ്യാരണ്ടി. ഈ ഗ്യാരണ്ടിക്ക് മുമ്പിൽ അവർക്കെന്ത് പറയാൻ? ഞാൻ ചുരുക്കം മുമ്പ് പണ്ട് പലയിടത്തും പറഞ്ഞ, ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ച ഒരു ചെറിയ വ്യാകരണ ഭാഗമുണ്ട്. അത് ഉൾപ്രേക്ഷയെ പറ്റിയാണ്. നിങ്ങളെല്ലാം പഠിച്ചു കാണും. ഉൾപ്രേക്ഷ, രാഷ്ട്രീയത്തിൽ നമ്മളിപ്പോൾ ഉൾപ്രേക്ഷ കാണുകയാണ്. ഉൾപ്രേക്ഷ എന്ന് പറഞ്ഞാൽ മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് താനല്ലയോ ഇത് എന്ന് വർണ്ണ്യത്തിൽ ആശങ്കയാണ് ഉൾപ്രേക്ഷയ്ക്ക് കലർന്നത്. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇടതുപക്ഷ വിരോധത്തിൻ ധർമ്മയോഗത്താൽ BJP തന്നല്ലയോ കോൺഗ്രസ് എന്ന് വർണ്ണത്തിൽ ആശങ്കയല്ല, യഥാർത്ഥമായ ബോധം വളവാക്കുന്നുണ്ട് നാം കാണുന്ന ഈ രാഷ്ട്രീയ ഉൾപ്രേക്ഷ. അതിനെ ജനങ്ങൾ കെട്ടുകെട്ടിക്കും. ജനങ്ങൾ BJP LDF ഉൾപ്രേക്ഷ അല്ല, BJP കോൺഗ്രസ് ഉൾപ്രേക്ഷയെ പരാജയപ്പെടുത്തും. ജനങ്ങൾ LDFനെ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്, വിജയിപ്പിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പോരാട്ടം ജയിക്കാൻ വേണ്ടിയാണ്. തൃശ്ശൂരിൽ ആർക്ക് സംശയം വേണ്ട, ഞങ്ങൾ LDFൻ്റെ വിജയത്തിനെ പറ്റി 100% ഗ്യാരണ്ടി പറയും. നോട്ട് 99%, 100% ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടിയാണ് LDFന് എല്ലാ സ്ഥലത്തും പറയാനുള്ളത്. ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ തുടക്കം മുതൽ കഴിഞ്ഞ ഏതാനും ആഴ്ച മുമ്പ് വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും അതിനടുത്ത് നിന്ന് കണ്ട CPI-ക്കാരനാണ് ഞാൻ. തൊട്ട് മുമ്പുള്ള ബോംബെ കോൺക്ലേവിൽ പങ്കെടുത്തിരുന്നു CPI പ്രതിനിധിയായിരുന്നു. ആ ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയം, അതിൻ്റെ ആശയം ഞങ്ങൾക്കറിയാം, CPI-ക്ക് അറിയാം, CPM-നും അറിയാം. ഇന്ത്യ സഖ്യത്തിൻ്റെ പൊളിറ്റിക്കൽ ബേസിസ് എന്ന് പറയുന്നത് മതേതരത്വം, ജനാധിപത്യം, ഭരണഘടനാ പ്രമാണങ്ങൾ ഇതാണ്. അതിനുവേണ്ടിയാണ് ആ സഖ്യമുണ്ടായത്. അതിൻ്റെ എല്ലാം എനിമി നമ്പർ 1 RSS BJP. അവരെ ചെറുക്കാൻ വേണ്ടിയുള്ള വിശാലമായ ഐക്യത്തിൻ്റെ പേരാണ് ഇന്ത്യ സഖ്യം. ആ രാഷ്ട്രീയ ആശയം ആദ്യം പറഞ്ഞ പാർട്ടി CPI ആണ്. 2015 മറ്റാരും പറയാത്തപ്പോൾ CPI ഇന്ത്യയുടെ ആ രാഷ്ട്രീയം പറഞ്ഞു. അന്നാരും കൂടി പറഞ്ഞില്ല. പക്ഷെ ക്രമേണ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഫോക്കൽ പോയിന്റായി മാറി. ഇന്ത്യ സഖ്യം യാഥാർത്ഥ്യമായി. 26 പാർട്ടികൾ ഒന്നിച്ചുകൂടി ഇന്ത്യ സഖ്യം ഇന്ത്യയിൽ പ്രതീക്ഷയുണ്ടാക്കി. ആ പ്രതീക്ഷ കെട്ടുപോയിക്കൂടാ എന്നാണ് CPM കാഴ്ചപ്പാട്. ഇപ്പോൾ അത് കെട്ടുപോയിക്കൂടാ. അതിൽ ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ട്. ആ ആകാംക്ഷ ഉണ്ടോ കോൺഗ്രസിന് എന്നാണ് ചോദ്യം. കോൺഗ്രസിന് ആകാംക്ഷയുണ്ടെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രാവർത്തിക രൂപമായിട്ടുള്ള തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ പങ്കുവയ്ക്കുമ്പോൾ കോൺഗ്രസ് കാണിക്കേണ്ട മര്യാദ ഉണ്ടായിരുന്നു. ആ മര്യാദ പാലിക്കാൻ കോൺഗ്രസിനായിട്ടില്ല. വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധിയെ ഒരാളെ മത്സരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന് രാഷ്ട്രീയമായിട്ടുള്ള ദൂരക്കാഴ്ചയില്ലായ്മയാണ്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ രാഷ്ട്രീയമായ ദൂരക്കാഴ്ചയില്ലാത്ത പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിയപ്പോഴാണ് കോൺഗ്രസിലെ ചില ആളുകൾ രാഹുൽ ഗാന്ധിയെ നിർബന്ധിച്ച് അങ്ങോട്ട് പറഞ്ഞയച്ചത്. ദൂരക്കാഴ്ച ഉണ്ടെങ്കിൽ കോൺഗ്രസ് അത് ഒഴിവാക്കുമായിരുന്നു. കാരണം ഈ മഹാസമരത്തിൻ്റെ കേന്ദ്രസ്ഥാനം കേരളമല്ല. 20 MP മാത്രമുള്ള കേരളം, ഒറ്റ BJP-ക്കാരൻ പോലും ജയിക്കില്ല എന്ന് എല്ലാവർക്കും ഉറപ്പുള്ള കേരളം, അവിടെയല്ല ഇതിൻ്റെ ഫോക്കൽ പോയിന്റ്. 200 പേർ സീറ്റുള്ള ഹാർട്ട് ലാൻഡ് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്ന ഉത്തരേന്ത്യയാണ് അതിൻ്റെ ഫോക്കൽ പോയിന്റ്. അവിടെയാണ് RSSൻ്റെയും BJP-യുടെയും തള്ളിക്കയറ്റമുള്ളത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സമരകേന്ദ്രം. അവിടെ വിട്ട് രാഹുൽ ഗാന്ധിയെ തള്ളി പറഞ്ഞയക്കുക വഴി കോൺഗ്രസ് കാണിച്ചത് അതിൻ്റെ ദൂരക്കാഴ്ചയിലേറെയാണ്. ഈ സമരത്തിലെ നിങ്ങളുടെ മുഖ്യ എതിരാളി ആരാണ്?
ഹൂ ഈസ് യുവർ മെയിൻ എനിമി? എല്ലാ സമരത്തിലും ഉണ്ട് ആ ചോദ്യം. ആ ചോദ്യം വന്നാൽ ഞങ്ങൾ പറയും ഞങ്ങളുടെ മുഖ്യ എതിരാളി, രാഷ്ട്രീയ എതിരാളി BJP ആണെന്ന് ഞങ്ങൾ പറയും. ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട കടമ ഞങ്ങളെപ്പോലെ ഉണ്ട് കോൺഗ്രസ് പാർട്ടിക്ക്. പക്ഷേ കോൺഗ്രസ് പാർട്ടി അതിൻ്റെ മുഖ്യ നേതാവിനെ മത്സരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞയച്ചപ്പോൾ അവർ പറഞ്ഞത് മുഖ്യ എതിരാളി BJP അല്ല, മറിച്ച് ലെഫ്റ്റാണ് എന്ന് പറയുകയായിരുന്നു. ഞാൻ വീണ്ടും പറയുന്നു, മിതമായി പറയുന്നു, ദൂരക്കാഴ്ചയില്ലായ്മയാണ്. അതിൻ്റെ എല്ലാം ഭാഗമായി പറയുകയാണ്, ദൂരക്കാഴ്ചയില്ലാത്ത കോൺഗ്രസ് ഇലക്ഷനിൽ സീറ്റ് പങ്കുവയ്ക്കുമ്പോൾ കാണിക്കേണ്ട മര്യാദയുണ്ട്. ഞങ്ങൾ ലോകം മുഴുവനും മത്സരിക്കാൻ നിൽക്കുന്നതാണല്ല. അർഹതപ്പെട്ട പങ്കിനേക്കാളും ഒരു സീറ്റ് പോലും അതിലേക്ക് ചോദിക്കുകയില്ല, ചോദിച്ചിട്ടേയില്ല. ഉൾക്കൊള്ളാൻ കോൺഗ്രസിനായില്ല. കോൺഗ്രസിൻ്റെ ഈ പിടിവാശി മൂലമാണ് കോൺഗ്രസ് ഇന്ന് ഛത്തീസ്ഗഡിൽ, മധ്യപ്രദേശിൽ, രാജസ്ഥാനിൽ BJP ജയിപ്പിച്ചത്. BJP ജയിപ്പിച്ച പാർട്ടി കോൺഗ്രസ്സാണ്. ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയം ഉൾക്കൊണ്ടുകൊണ്ട് ന്യായമായിട്ടുള്ള സീറ്റ് പങ്കുവയ്പ്പിന് വേണ്ടി കോൺഗ്രസ് തയ്യാറായിരുന്നെങ്കിൽ ആ സ്റ്റേറ്റുകൾ മൂന്നും ഇന്ന് കോൺഗ്രസ് ഭരിക്കുമായിരുന്നു. പക്ഷേ കോൺഗ്രസ് അത് വേണ്ട. കോൺഗ്രസിന് ആരുമായും പങ്കുവെക്കാൻ ഞങ്ങളില്ല, നിങ്ങൾ തന്നെ മത്സരിക്കും, തന്നെ തോൽക്കും, ലെറ്റ് ദ BJP കം ആൻഡ് റൂൾ ദ സ്റ്റേറ്റ്സ്. നമ്മൾ പുതിയ കോൺഗ്രസ് ആ നിലപാട് തിരുത്താൻ, പാഠങ്ങൾ പഠിക്കാൻ തയ്യാറാകാത്ത കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഷെയറിങ്ങിൻ്റെ കാര്യം ചർച്ചയ്ക്ക് വന്നപ്പോൾ മാന്യമായിട്ടുള്ളൊരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. അത് ഞങ്ങളുടെ വിമർശനമാണ്. ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് വി ആർ നോട്ട് ഔട്ട് ഓഫ് ദാറ്റ് സഖ്യം. ആ സഖ്യത്തിൻ്റെ ഭാഗമായി തുടരുമ്പോൾ ഞങ്ങൾ പറയുന്നു, ഈ സഖ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള, അതിൻ്റെ ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ഭാഗം വരുമ്പോൾ നിർണായകമാണ് തെരഞ്ഞെടുപ്പ്. ഇവിടുത്തെ പങ്കാളിത്തം, കൂട്ടായ്മകൾ, അതിൽ രാഷ്ട്രീയം ഉൾക്കൊള്ളാൻ കഴിയാത്ത കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിനോട് നിങ്ങൾക്കുള്ള റിസർവേഷൻ നോട്ട് ഈവൻ ഒബ്ജക്ഷൻ, റിസർവേഷൻ കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ബോധപൂർവം മാറുന്നത്. കേരളത്തിലെ എപ്പോഴും BJP 4 സീറ്റുകളിൽ കോൺഗ്രസ് BJP കോലീഡി സഖ്യത്തിലാണ് കാണിക്കുന്നത്. പരാജയത്തിനുണ്ടാവുന്നതാണ്. ആയിരിക്കാം, അവരെന്തും ചെയ്യാൻ പഠിക്കാത്തവരാണ്. എല്ലായല്ലോ ഒരു ചോദ്യം കൂടി. ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ടൊരു സംഭവം, ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒരു സ്ഥാനാർത്ഥി ലാഭമായി പണം വിതരണം ചെയ്തുകൊണ്ട് ഒരു പ്രവർത്തനം നടത്തുന്നത്. അതങ്ങനെ LDFന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പല സ്ഥലത്തും പോകുമ്പോൾ നോട്ടുകെട്ടുകളായിട്ടാണ് ഒരു സ്ഥാനാർത്ഥി പര്യടനം നടത്തുന്നത്. അതൊരു കൃത്യമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് നടക്കുന്നത്. അത് ഇടപെട്ടിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്കറിയാം. അത് പൂർണ്ണമായിട്ടും തിരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ട ലംഘനമാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ നീണ്ട പ്രസ്താവന വായിച്ചതെല്ലാവരും, നീണ്ട പ്രസ്താവന. ഇതിൽ പറഞ്ഞു മണി പവർ, മസിൽ പവറിനെ പറ്റി പറഞ്ഞു. ഈ മണി പവറിനെ പറ്റിയും മസിൽ പവറിനെ പറ്റിയും പ്രസംഗിച്ച ഇലക്ഷൻ കമ്മീഷന് ആ വാക്യത്തിൻ്റെ എല്ലാം അർത്ഥമറിയാമെങ്കിൽ ആർക്കും കാണാം ഇവിടെ ഒരു സ്ഥാനാർത്ഥി പണമെറിഞ്ഞ് വോട്ട് പിടിക്കാൻ കാണിക്കുന്ന ഈ പ്രതികട്ട ശീലം മാറ്റാൻ ശ്രമിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ജനങ്ങൾ പിടികൂടും. മാത്രമല്ല ആ സ്ഥാനാർത്ഥിയുടെ ചിന്ത എന്താ, നിങ്ങളെല്ലാവരും കണ്ടു കാണും, ഞാനും കണ്ടതാണ്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ അണികൾ. ഏത് ഭാഷയാണത്? ആരുടെ ഭാഷയാണത്? രാജഭാഷക്കാരുടെ ഭാഷയാണ്. എൻ്റെ പ്രജകൾ, ആ ഭാഷയാണത്. രാജാവിൻ്റെ കാലം കടന്നുപോയി. പിന്നെ ഡെമോക്രസി, ഒരു സ്ഥാനാർത്ഥി പറയുകയാണ് എൻ്റെ അണികൾ, എൻ്റെ പ്രജകൾ എന്ന് പറയുന്ന ആ ഭാഷ പറയുന്നു. ആ സ്ഥാനാർത്ഥിയും ആ പാർട്ടിയും കാലം ചുവട്ടുകൊട്ടയിലേക്ക് എറിഞ്ഞ രാജവാഴ്ചയുടെ, രാജാധിപത്യത്തിൻ്റെ, അന്താശ്രമധർമ്മത്തിൻ്റെ എല്ലാം പ്രേതങ്ങളെ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന സ്ഥാനാർത്ഥിയും പാർട്ടിയുമാണെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് കൂടി ജനങ്ങൾക്ക് അത്തരം സ്ഥാനാർത്ഥികളെ പ്രബുദ്ധമായ കേരളത്തിൽ, പ്രബുദ്ധമായ തൃശ്ശൂരിൽ അവർക്കറിയാം ഇത്തരം സ്ഥാനാർത്ഥികളെ എങ്ങനെ വേണം കാണാനെന്ന്. അവർ കാണും.
ഇവിടെ മത്സരമുള്ളത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ്. ഇങ്ങനെ രണ്ടാം സ്ഥാനം ആർക്കാണെന്ന് അവിടെ മത്സരമുള്ളൂ. ഒന്നാം സ്ഥാനം സുനിൽകുമാറിനാണെന്ന് എല്ലാവർക്കും അറിയാം. ഒന്നാം സ്ഥാനം LDF നേടിക്കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ആർക്കാണ്? അതിൽ ഇവിടെ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ മത്സരമാണ്. അതിന് മാത്രമേ മത്സരമുള്ളൂ, വേറെ എവിടെയും മത്സരമില്ല. ബി ജെ പിയുടെ മത്സരത്തിൻ്റെ ലക്ഷ്യം രണ്ടാം സ്ഥാനം വേണോ എന്നുള്ളതാണ്. അപ്പുറത്തേക്ക് തീരുമാനിക്കും. ഒന്നാം സ്ഥാനം ജനങ്ങൾ ഞങ്ങൾക്കായി മാറ്റിവെച്ചതാണ്. സന്തോഷം. അപ്സിലേക്കല്ല നമുക്ക് പറ്റുവാണെങ്കിൽ ചായ കുടിക്കണം. ചായ കുടിക്കുകയാണെങ്കിൽ